നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മൾ 24th ക്വസ്റ്റ്യൻ നോക്കിയാൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന ലെസൺ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. നമ്മൾ ബൾക്ക് മോഡുലസ് എന്ന് പറയുന്ന ടോപ്പിക്കിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത്. ക്വസ്റ്റ്യൻ നോക്കേ. ദ ഇൻക്രീസ് ഇൻ പ്രഷർ റിക്വയർഡ് ടു ഡിക്രീസ് ദ വോളിയം ഓഫ് എ വാട്ടർ സാമ്പിൾ ബൈ 0.2% is P into 10⁵. Bulk modulus of water is 2.15 into 10⁹. Then the value of P is. Okay. നമ്മൾ ചോദിക്കുന്നത് ഇൻക്രീസ് ഇൻ പ്രഷർ കാണാനാണ് അല്ലേ. എന്തിനുള്ള പ്രഷർ? വോളിയം 0.2% എന്ത് ചെയ്യാണ്? ഡിക്രീസ് ചെയ്യാണ് അല്ലേ. അപ്പോൾ വോളിയത്തിലുള്ള പെർസെൻറ്റേജ് ചേഞ്ച് തന്നിട്ടുണ്ട്. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ വോളിയം എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വി ബൈ വി 0.2%, ദാറ്റ് മീൻസ് 0.2/100. അങ്ങനെയാണെങ്കിൽ യെസ് ഡെൽറ്റ പി ഇൻക്രീസ് ഇൻ പ്രഷർ എത്ര? ബൾക്ക് മോഡുലസ് തന്നിട്ടുണ്ട് അല്ലേ. യെസ് നിങ്ങൾക്കറിയാം ബൾക്ക് മോഡുലസ് ബി എന്ന് പറയുന്നത് അല്ലെ മൈനസ് ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി ബൈ വി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരിയല്ലേ. ആ ഡെൽറ്റ വി ബൈ ഇവിടെ ഡിക്രീസ് ആണ്, അപ്പം നെഗറ്റീവ് വരും. ആ നെഗറ്റീവ് ക്യാൻസൽ ചെയ്ത് പോയിക്കോളും അല്ലേ. സോ നമുക്ക് ഇവിടുന്ന് ഡെൽറ്റ പി ഈക്വൽ ടു ബി ഇൻറ്റു ഡെൽറ്റ വി ബൈ വി എന്ന് വന്നു അല്ലേ. ആ ഡിക്രീസിന്റെ കൂടെ ആ നെഗറ്റീവ് സൈനിലോ കട്ട് ചെയ്ത് പോയതാണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു ദ ബൾക്ക് മോഡുലസ് 2.15 ഇൻറ്റു 10⁹ ഇൻറ്റു 0.2 divided by 100. So that's equal to 2.15 into 10⁹ into 2 into 10⁻⁻1 divided by 100. 2 into 2.15 എത്രയാണ്? 4.3 into 10⁻⁹ into 10⁻⁻1 into ഈ 100 മുകളിലേക്ക് എടുത്താൽ 10⁻². So that's equal to 4.3 into 10⁻6 എന്നാണ് ആൻസർ വരുന്നത് അല്ലേ. പക്ഷെ നമ്മളോട് അത് 10⁵ ഓർഡറിലേക്ക് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ അത് നമുക്ക് എന്ത് എഴുതാം? 43 into 10⁵ എന്ന് എഴുതാമല്ലോ. ശരിയല്ലേ. ഇതാണ് ഡെൽറ്റ പി അല്ലേ. പക്ഷെ അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ആ ഡെൽറ്റ പി എന്ന് പറയുന്നത് പി ഇൻറ്റു 10⁵ ആണ് അല്ലേ. അങ്ങനെയാണ് പീൻ്റെ വാല്യൂ എത്രയെന്ന്? പീൻ്റെ വാല്യൂ എത്രയാടാ മക്കളെ? യെസ് പീൻ്റെ വാല്യൂ 43 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ ആൻസർ 43 ആണ് വന്നിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ ക്ലിയർ ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം.